ആലത്തൂർ ASMM ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ കളമെഴുത്ത് ശില്പശാല ഏറെ ഹൃദ്യവും ആസ്വാദ്യകരവുമായി. 9ാം തരത്തിലുള്ള കലാപഠനത്തിലെ പാഠവുമായി ബന്ധപ്പെട്ടും അന്യം നിന്നുപോകുന്ന അനുഷ്ഠാന കലകൾ കുട്ടികൾക്ക് അനുഭവമാക്കുകയുമാണ് ശില്പശാലയുടെ ലക്ഷ്യം. ലോക റെക്കോർഡ് ജേതാക്കളും കളമ്പാട്ട് കലാകാരനുമായ കടന്നമണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത്. കല എന്നുള്ളൊരു വിഭാഗം പഠിക്കാനേ അല്ലേ? എന്താണ് ശരിക്കും കല എന്ന് പറയുമ്പോൾ? കല എന്നുള്ള പദത്തിന് നമുക്കൊരു നിർവചനം എങ്ങനെ കൊടുക്കുക? വളരെ ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ കലിയെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് കല എന്ന് പറയുന്നത്. കലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അനാവശ്യമായ ദുഷ്ടദുർവിചാരങ്ങൾ, അഹങ്കാരം, ദേഷ്യം, ഇങ്ങനെയുള്ള വികാരങ്ങളെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് കല എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ ശരിക്കും കലകളെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം എന്നുള്ളതാണ്. എത്രയാണ്? 3 വിഭാഗങ്ങളായിട്ട് നമുക്ക് കലകളെ തിരിക്കാം. 1 നാടൻ കലകൾ, 2 അനുഷ്ഠാന കലകൾ, 3 സുകുമാര കലകൾ. ഇതാണ് 3 തരത്തിലുള്ള കലാ ആവിഷ്കാരങ്ങൾ. അനുഷ്ഠാന കലയുമായുള്ള ആത്മബന്ധം കുട്ടികളിൽ ഉണ്ടാക്കാൻ ഇതുപകരിക്കുമെന്ന് പ്രധാനാധ്യാപിക പി സജിനി പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ 2ാമത്തെ പ്രാവശ്യമാണ് ഈ കളമെഴുത്ത് പാട്ട് നടത്തുന്നത്. ലൈബ്രറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത് നടത്തുന്നത്. കടമണ്ണ സാറുടെ 315ാമത്തെ പരിപാടിയാണ് ഇതെന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ കളമെഴുത്തുപാട്ട്. അവരുടെ 9ാം ക്ലാസ്സിൻ്റെ കലാവിദ്യാഭ്യാസം എന്ന പുസ്തകത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂളിലെ ലൈബ്രറി ക്ലബ്ബ് ഇതിനൊരു മുൻകൈയെടുത്ത് നടത്തുന്നത്. പ്രകൃതിദത്തമായ വർണ്ണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തുടികൊട്ട് പാട്ടിൻ്റെ ഈണത്തിലുള്ള താളവും ഒക്കെ ഏറെ മനോഹരമാണ്. കുട്ടികളിത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ കുട്ടികളിത് ഏറെ ആസ്വദിക്കുകയും ചെയ്തതാണ്. പ്രകൃതിദത്തമായ പഞ്ചവർണ്ണങ്ങളിലൂടെ കളമെഴുതുന്ന രീതി, കളമെഴുതാൻ ഉപയോഗിക്കുന്ന വർണ്ണക്കൂട്ടുകൾ, അവ ഉണ്ടാക്കുന്ന വിധം, ഐതിഹ്യങ്ങൾ, ചടങ്ങുകൾ എന്നിവ ശില്പശാലയിലൂടെ വ്യക്തമാക്കിയതായി ലൈബ്രറി കൺവീനർ കെ ശാന്തിനി പറഞ്ഞു. ഈ പൊടികൾ എങ്ങനെ ഉണ്ടാക്കി എന്നായിരിക്കാം, എന്താണ് ഈ ചിത്രം എന്നായിരിക്കാം, നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഉള്ള ഈ കാര്യം നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം തീർക്കാനൊരു സന്ദർഭത്തിലൂടെയാണ്. ശരിക്കും നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെല്ലാമാണോ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങളും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും ഒക്കെ സാറുമായി പങ്കുവയ്ക്കുക. എന്തായാലും സാർ ഇവിടെ വന്ന് നമുക്ക് ഇങ്ങനൊരു അവസരം നൽകിയതിൽ വളരെ സന്തോഷം. പഞ്ചവർണ്ണ ഭഗവതിക്കളവും നാദലയത്തിലുള്ള നന്ദുണിപ്പാട്ടും കുട്ടികളേറെ ആസ്വദിച്ചു. MI ഹാരിഷ, C ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.